നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണാഘോഷ ലഹരിയിൽ തന്നെയാണ് മലയാളികളെല്ലാം. ഇന്ന് 4-ാം ഓണം. ഈ ചതയ ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ 171ാമത് ജന്മദിനമാണ് ഇന്ന്. അതെല്ലാവർക്കും അറിയാം. കൂടാതെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇന്ന് 74ാം പിറന്നാളാണ്. മമ്മൂട്ടിക്ക് അമൃത ടിവിയുടെ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കൂടാതെ ഒരുപാട് വാർത്തകളും പ്രതീക്ഷിക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരം. വെന്റിലേറ്ററിലുള്ളത് മലപ്പുറം സ്വദേശികൾ. നിലവിൽ ചികിത്സയിലുള്ളത് 2 കുട്ടികൾ ഉൾപ്പെടെ 12 പേർ. വി.ഡി. സതീഷിനെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുലംകുത്തിയാണ് സതീഷിനെന്നും മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും പരിഹാസം. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് കുഞ്ഞാലിക്കുട്ടി എന്ന വെള്ളാപ്പള്ളി അമൃത ന്യൂസിന്റെ വാക്ക് മറുവാക്കിൽ. കുന്നംകുളം മർദ്ദന കേസിൽ പോലീസുകാർക്കെതിരെയുള്ള തുടർ നടപടി നാളെ. 4 പോലീസുകാരെ പിരിച്ചുവിട്ടേക്കും. മർദ്ദനമേറ്റ സുജിത്തിനെ കെ.സി. വേണുഗോപാൽ ഇന്ന് സന്ദർശിക്കും. കുന്നംകുളം സ്റ്റേഷന് പിന്നാലെ പീച്ചി സ്റ്റേഷനിൽ SHOയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇന്ന് ചതയ ദിനം. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം. ശിവഗിരി മഠത്തിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും വിപുലമായ ദിനാചരണ പരിപാടികൾ. കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഏരിയസ് കൊല്ലം കിരീട പോരാട്ടം വൈകിട്ട് 6:30 മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നിലനിർത്തി അരീന സബലങ്ക അനിസിമോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 11:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ കാർലോസ് അൽക്കാരസും യാനിക് സിന്നറും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി നോക്കിയാൽ, കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചത് പോരാ, ഡിസ്മിസ് ചെയ്യണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇന്ന് സുജിത്തിനെ സന്ദർശിക്കും. അതേസമയം പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഇപ്പോൾ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പീച്ചി പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഹരീഷ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹരീഷ്, ഈ പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ആഭ്യന്തര വകുപ്പ് അപ്പാടെ പ്രതിരോധത്തിലാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെ? ഈ കുന്നംകുളം കേസ് അല്ലെങ്കിൽ കുന്നംകുളം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ക്രൂരമായ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പീച്ചിയിലും സമാനമായ രീതിയിൽ ഹോട്ടൽ ജീവനക്കാരെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ ഒരു തുടർക്കഥയായി മാറുകയാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വിഷ്വൽസും അല്ലെങ്കിൽ ഈ പീച്ചി പോലീസ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഒരുപാട് നിയമ നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ഒരു ദൃശ്യങ്ങളും പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ഹോട്ടൽ ജീവനക്കാരും മറ്റ് ഈ ഭക്ഷണം കഴിക്കാൻ എത്തിയവരും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള പോലീസിന്റെ ഒരു മർദ്ദനത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കം പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ ഹോട്ടൽ ജീവനക്കാരെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഹോട്ടൽ ഉടമ KP ഔസേപ്പ് 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കൈവരിച്ചത്. 2023 മെയ് 24-നാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ലാലി സൂപ്പർ മാർക്കറ്റ് ഉടമയായ ഔസേപ്പിന്റെ ഫുഡ് ആൻഡ് ഫൺ എന്ന റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർ നൽകിയ പരാതിയെ തുടർന്ന് PTSI ആയിരുന്ന PM രതീഷ് റെസ്റ്റോറന്റ് മാനേജർ റോണിയെയും അതുപോലെ മറ്റൊരു ജീവനക്കാരനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു CCTV ദൃശ്യങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ജീവനക്കാരെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ ഉടമ ജോസഫിനെയും അതുപോലെ തന്നെ മകൻ പോളിനെയും സ്റ്റേഷനിലെത്തിച്ച ഉദ്യോഗസ്ഥർ അപമാനിച്ചതായും പരാതിയിൽ. ഇതിന്റെ തെളിവ് തേടിയാണ് ഔസേപ്പ് വിവരാവകാശ പ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകുകയും ഈ 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ഇതാണ് ഈ ഹോട്ടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പക്ഷേ
പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള മറ്റൊരു വിശദീകരണം ഈ ഹോട്ടൽ ഉടമകൾ ഈ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകളെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും പോലീസുകാരുമായി ഇത്തരത്തിൽ തട്ടിക്കയറി അതുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വിശദീകരിക്കുന്നത്. പക്ഷേ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഐശ്വര്യ. ശരി ഹരീഷ്, വ്യക്തമാണ് ഈ കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ ഈ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാകും ഉണ്ടാവുക എന്നുള്ളത്, പിരിച്ചുവിടുമോ എന്നുള്ളത് നാളെ അറിയാം. കൂടുതൽ നടപടികൾ എന്താകും എന്നുള്ളത് നാളെയാകും ഈ പോലീസ് അധികൃതർ പറയുക. കൂടാതെ പീച്ചി മർദ്ദനത്തിൽ എന്താകും നടപടികളെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊരു വാർത്ത നോക്കിയാൽ VD സതീഷിനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയാണ് VD സതീശൻ. മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിക്കുന്നതെന്നും മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വെള്ളാപ്പള്ളി നടേശൻ. പക്വതയും വിനയവുമാണ് പ്രധാനമായും ഒരു നേതാവിന് വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയായി VD സതീശൻ മാറിയെന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അത് ഇപ്പോൾ ആരുമാണെന്ന് ഒരു തോന്നൽ. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലംകുത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരും കൊണ്ടുണ്ടാ. മാത്രമല്ല ഇങ്ങനെ വേറൊരുണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ്. നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ആരങ്ങളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ, ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. അതേസമയം വർഗീയത വിളമ്പാനാണ് താൻ വാതുറക്കുന്നത് എന്ന ആക്ഷേപത്തിനും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടല്ല മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പ്. സമുദായത്തെ അധിക്ഷേപിക്കുന്നതായി ട്വിസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഭരണം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഒരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും അതിന് കരുവായി എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാനുള്ളത് എവിടെയും പറയുമെന്നും തന്റെ വായടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഇനി ഓണവിശേഷങ്ങളൊക്കെയും നോക്കാം. കെങ്കേമമായി ഇക്കുറിയും ഓണസദ്യയുണ്ട് വാനരന്മാർ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് പതിവ് തെറ്റിക്കാതെ വാനരന്മാർക്കായി ഇത്തവണയും ഓണസദ്യ ഒരുക്കി നൽകിയത്. പച്ചടി മുതൽ പായസം വരെയുള്ള വിഭവങ്ങൾ കൂട്ടിയാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരസംഘം ഓണസദ്യ. ക്ഷേത്രത്തിന്റെ വടക്കുവശത്തെ വാനര ഭോജനശാലയിലാണ് വാനരന്മാർക്ക് തൂഷനിലയിട്ട വിഭവങ്ങൾ ഓരോന്നായി വിളമ്പിയത്. ഇലയിടാൻ തുടങ്ങിയതു മുതൽ വാനരന്മാർ മരത്തിൻ്റെയും മതിലിൻ്റെയും ഒക്കെ മുകളിൽ കയറി ഇരിപ്പുറപ്പിച്ചു. വിളമ്പുന്ന വിഭവങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ വീക്ഷിക്കാൻ തുടങ്ങി. ചോറ് വിളമ്പിയവർ മാറി നിന്നപ്പോൾ ആദ്യം വാനരക്കൂട്ടത്തിലെ നേതാവ് മുറിവാലനെത്തി സദ്യ രുചിച്ചു നോക്കി. പിന്നെ ഓരോരുത്തരായി എത്തി സദ്യ കഴിച്ചു. ഇതാണ് ഇവരുടെ പതിവ്. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഏറെ വർഷങ്ങളായി ഓണക്കാലത്ത് നടക്കുന്ന പ്രധാന ചടങ്ങാണ് വാനരസദ്യ. ശാസ്താംകോട്ടയിലെ വാനരന്മാർ ഇതര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഉള്ള വാനരന്മാരെ അപേക്ഷിച്ച് കുറേ കൂടി നാട്ടുകാരുമായിട്ടും ഭക്തജനങ്ങളുമായിട്ടുമൊക്കെ ഇഴുകിച്ചേർന്ന് ഉള്ള ഒരു ജീവിതമാണ് അവർക്കുള്ളത്. ഓണം യഥാർത്ഥത്തിൽ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അമ്മമാർ കുഞ്ഞുങ്ങളെ ഇലയുടെ സൈഡിലിരുത്തി വാരി നൽകി. കുഞ്ഞുങ്ങൾ മുതൽ മുത്തച്ഛന്മാർ വരെയുള്ള വാനരസംഘം തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയും അടുത്ത ഇലകൾ മറിച്ചും കൈയടക്കിയും ആവേശത്തോടെ ഓരോ വിഭവങ്ങളുടെയും രുചി ആസ്വദിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷം ലോകമെമ്പാടും ഇന്ന് ആഘോഷിക്കുകയാണ്. ചെമ്പഴന്തിയിലും ഒപ്പം ശിവഗിരിയിലും ഉൾപ്പെടെ ഭക്തിസാന്ദ്രമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രിയും ശിവഗിരിയിൽ ഗവർണറും ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആതിരയുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആതിര, എപ്പോഴാകും ഈ ഒരു സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക? എന്താണ് വിശദാംശങ്ങൾ? ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. രാവിലെ
ഏകദേശം 7 മണിയോടുകൂടി ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങുകൾ നടക്കും. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഞാനിപ്പോൾ ശിവഗിരിയിലാണുള്ളത്. ഈ ശിവഗിരിയിൽ പതാക ഉയർത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം ജപയജ്ഞമായിരിക്കും. വൈദികമഠം മുൻ ട്രഷറർ സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും. അതിനുശേഷം ഇപ്പോൾ നിലവിൽ വിശേഷ ആരാധന നടക്കുകയാണ്. ഈ വിശേഷ ആരാധനയ്ക്ക് ശേഷമായിരിക്കും അല്പസമയത്തിനകം ഈ ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളായിരിക്കും പതാക ഉയർത്തുക. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് ഈ ജയന്തി സമ്മേളനം ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുക. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരിക്കും 10 മണിയോടുകൂടി ശിവഗിരി മഠത്തിലെത്തി സമാധി സന്ദർശനം നടത്തിയതിനു ശേഷം ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം 11:30 പി പ്രസാദ് ഈ ശിവഗിരി മഠത്തിലേക്ക് ഈ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്നുണ്ട്. വൈകുന്നേരം 5 മണിയോടുകൂടി ചതയ ദീപം തെളിയിക്കുകയും 5 മണിക്ക് ശേഷം ഇത്തരത്തിൽ മറ്റ് പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചെമ്പഴന്തിയിലും ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വൈകുന്നേരം 5:30 ചെമ്പഴന്തിയിലെ ജയന്തി സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യുക. ഇന്നു മുതൽ ഈ ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ സച്ചിദാനന്ദ സ്വാമികൾ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പതാക തെളിയിക്കും. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ അത്തപ്പൂക്കളമിടൽ വിവാദത്തിൽ. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതും കൊടിയും ചിഹ്നങ്ങളുമാണ് വിവാദമായത്. പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. കൊല്ലം ശാസ്താംകോട്ട മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിനു മുന്നിലാണ് സംഭവം. ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയിരുന്നു. അതിനാൽ പൂക്കളം നീക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി. CPM-ഉം കോൺഗ്രസും അംഗങ്ങളായ ക്ഷേത്ര കമ്മിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ പരാതി നൽകിയത്. കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളമിട്ടതെന്നാണ് FIR-ൽ പറയുന്നത്. ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളം ഇട്ടെന്നാണ് FIR-ലുള്ളത്. ക്ഷേത്രത്തിൽ നിന്നും 50 മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാനെന്നാണ് ആരോപണം. RSSന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയുണ്ടാക്കിയെന്നും FIR-ലുണ്ട്. ശാസ്താംകോട്ട സ്വദേശിയും മുൻ സൈനികനുമായ ശരത്തിനെ 1-ാം പ്രതിയും നിലവിൽ സൈനിക സേവനമനുഷ്ഠിക്കുന്ന അശോകനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതിൽ തങ്ങൾ എതിരല്ലെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉപയോഗിക്കുന്നതിലെ കോടതി വിലക്ക് അവഗണിച്ചതിനാലാണ് പരാതി നൽകിയതെന്നുമാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. തൃശൂർ കണ്ടശാങ്കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായുള്ള ജലോത്സവത്തിൽ ജവഹർ തായങ്കരി ചുണ്ടൻ ജേതാവായി. കനോലി കനാലിന്റെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ആലപ്പാട് ചുണ്ടനെ കാൽ വള്ളപ്പാട് വ്യത്യാസത്തിൽ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കനോലി കനാലിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് ജവഹർ തായങ്കരി വേഗരാജാവായത്. പറവൂർ വെല്ലൂർ ബോട്ട് ക്ലബാണ് ആലപ്പാട്ട് തുഴഞ്ഞത്. അമൽ ഷാം റോയാണ് ഇവരുടെ ക്യാപ്റ്റൻ. കുട്ടനാട് ബ്രദേഴ്സ് ബോട്ട് ക്ലബിന്റെ ഷോൺ ഷാം ക്യാപ്റ്റനായ പായിപ്പാട് ചുണ്ടനാണ് 3-ാം സ്ഥാനം നേടിയത്. A ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ കണ്ടശാങ്കടവ് കരിക്കൊടി KDBCയുടെ ചാന്ദിഷ് കുമാർ ക്യാപ്റ്റനായ താണിയൻ വള്ളം ജേതാവായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കഴിഞ്ഞ 6 തവണ ജേതാക്കളായിരുന്ന നടുവിൽക്കര സംഘം ബോട്ട് ക്ലബിന്റെ ബദ്രിനാഥ് ക്യാപ്റ്റനായ ഗരുഡൻ വള്ളത്തെ തുഴപ്പാട് വ്യത്യാസത്തിൽ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് താണിയൻ ജേതാവായത്. കൊടുങ്ങല്ലൂർ ഇടിവാൾ ബോട്ട് ക്ലബിന്റെ ശ്രീകുമാർ ക്യാപ്റ്റനായ സെബാസ്റ്റ്യൻ നമ്പർ 1 3-ാം സ്ഥാനം നേടി. B ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ ഇല്ലിക്കൽ BBC ക്ലബിന്റെ ആദർശ് ലോജിത്ത് ക്യാപ്റ്റനായ പമ്പാവാസൻ 1-ാം സ്ഥാനം നേടി. ത്രസിപ്പിക്കുന്ന മത്സരത്തിൽ പുളിയന്തുരുത്ത് PBC ക്ലബിന്റെ GB തട്ടകൻ വള്ളത്തെ നേരിയ വ്യത്യാസത്തിൽ 2-ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് പമ്പാവാസൻ ജേതാവായത്. വിജീഷാണ് GB തട്ടകന്റെ ക്യാപ്റ്റൻ. നാട്ടിക ടിപ്പു വാരിയേഴ്സിന്റെ വടക്കംപുറം 3-ാം സ്ഥാനം നേടി. എല്ലാ വള്ളങ്ങളും അണിനിരന്ന ജലഘോഷയാത്രയിൽ ഗോത്തുരുത്ത് പുത്രൻ വിജയിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, DYSP-മാരായ PK രാജു, ഷാജു എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഇത്തവണ ജലോത്സവം ജില്ലാ പഞ്ചായത്തും DTPC-യും ജില്ലാ ഭരണകൂടവും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തും
ജലവാഹിനി ബോട്ട് ക്ലബ്ബും സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരം. വെന്റിലേറ്ററിലുള്ളത് മലപ്പുറം സ്വദേശികളാണ്. നിലവിൽ ചികിത്സയിലുള്ളത് 2 കുട്ടികൾ ഉൾപ്പെടെ 12 പേർ. വിശദാംശങ്ങളുമായി വിനേഷ് ചേരുകയാണ്. വിനേഷ്, ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ഭീതിയായി മാറുകയാണ്. ഇന്നലെ കൂടി ഒരു മരണം സ്ഥിരീകരിച്ചതേയുള്ളൂ. ഈ ചികിത്സയിലുള്ള 12 പേരുടെ ഒരു നില എങ്ങനെയാണ്? ഐശ്വര്യ, ഇതിൽ 2 ആളുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 4 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അതിൽ താമരശ്ശേരിയിലുള്ള ഒരു കുട്ടി, അതിനുശേഷം ഒരു നവജാത ശിശുവും 2 മലപ്പുറം സ്വദേശികൾ ഉൾപ്പെടെയാണ് 4 പേർ മരിച്ചത്. പക്ഷേ ഈ 12 പേര്, ആശുപത്രിയിൽ കഴിയുന്ന 12 പേരിലാണ് ഇപ്പോൾ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റുള്ളവരുടെ നില അത്ര ഗുരുതരമല്ല എങ്കിൽ പോലും അപകടകരമാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. കിണറുകളിലും മറ്റും സൂപ്പർ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ട് ജലശുദ്ധീകരണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷമുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു നടപടിയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും സാധാരണ നമുക്കറിയാം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ അപൂർവമായി കാണപ്പെടുന്നതാണ്. അതിൽ മരണനിരക്ക് കൂടുതലാണെങ്കിൽ പോലും അപൂർവമായി മാത്രമായിരിക്കും ഇത് വരിക. പക്ഷേ കോഴിക്കോട് ഇത് 2ാം തവണയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് കഴിഞ്ഞ തവണ കടലുണ്ടിയിലായിരുന്നു കഴിഞ്ഞ വർഷം. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് താമരശ്ശേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും. ഇത് 4 മരണമൊക്കെ വളരെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഐശ്വര്യ. ശരി, വിനേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രധാന യോഗം സെപ്റ്റംബർ 10 ചേരും. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുമ്പോഴാണ് നടപടിയുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുന്നത്. നിലവിൽ ബീഹാറിൽ മാത്രമാണ് SIR മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തന്നെയാണ് കമ്മീഷന്റെ നീക്കം. ഇക്കാര്യങ്ങളിൽ തുടർ നടപടികളെ കടക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മീഷൻ സെപ്റ്റംബർ 10 യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. 2026 ജനുവരി 1 മുതൽ രാജ്യവ്യാപകമായി SIR ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. ജൂണിൽ SIRുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ബീഹാറിൽ മാത്രമാണ് നടപടി തുടങ്ങിയത്. 2003 ഏറ്റവും ഒടുവിലായി തീവ്ര വോട്ടർ പട്ടിക പരിശോധന നടത്തിയത്. അതിനുശേഷം വലിയ തരത്തിൽ കുടിയേറ്റവും നഗരവൽക്കരണവും വർദ്ധിച്ച പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തരമായി നടത്തണമെന്നാണ് കമ്മീഷന്റെ നിലപാട്. ഓരോ തെരഞ്ഞെടുപ്പിനു മുൻപും വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിക്കണമെന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. സർക്കാർ അംഗീകരിച്ച 11 രേഖകളുമായി വോട്ടർ പട്ടിക പുതുക്കാമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് മുൻപിൽ ഹർജി നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആകാശത്ത് വിസ്മയ കാഴ്ചയൊരുക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രന് മേൽ വീണു തുടങ്ങും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കുന്ന പ്രതിഭാസം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. അപ്പോൾ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. ഈ സമയം ചന്ദ്രന് അതിശയിപ്പിക്കുന്ന കടും ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള തിളക്കം കാണാനാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും. 5 മണിക്കൂറും 27 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ. ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം 1 മണിക്കൂറും 22 മിനിറ്റും നീണ്ടു നിൽക്കും. രാത്രി 11:41 ചന്ദ്രൻ പൂർണ്ണമായി മറയ്ക്കപ്പെടും. തുടർന്ന് ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറിത്തുടങ്ങും. 2:25 ഗ്രഹണം അവസാനിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാനാകും. ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഗ്രഹണം ദൃശ്യമാകും. കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായും ആസ്വദിക്കാം.
യൂറോപ്പ്, ആഫ്രിക്ക, കിഴക്കൻ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ചന്ദ്രഗ്രഹണം ഭാഗികമായേ കാണാൻ സാധിക്കും. ലോകത്തിലെ 60% പേർക്കും ഇത്തവണ ഗ്രഹണം കാണാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ 2028 ഡിസംബർ 31 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഓണാവധി ആഘോഷിക്കാൻ ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ കമ്പം കൂടി കാണാതെ മടങ്ങാറില്ല. ഇടുക്കിയുടെ അതിർത്തിയോട് ചേർന്നുള്ള കമ്പത്തെ മുന്തിരിത്തോട്ടമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഏത് സീസണിലും പഴുത്തു നിൽക്കുന്ന മുന്തിരിയാണ് ഇവിടുത്തെ പ്രത്യേകത. കാഴ്ചകൾ കാണാൻ ഇടുക്കിയുടെ മല കയറുന്നവർക്ക് വ്യത്യസ്ത അനുഭവമാണ് തമിഴ്നാടൻ അതിർത്തി ഗ്രാമമായ കമ്പം സമ്മാനിക്കുന്നത്. കമ്പത്തെ മുന്തിരിപ്പാടം തേടി ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. കുടുംബവും കുട്ടികളുമായി എത്തുന്നവർ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചാണ് മടങ്ങുക. മറ്റ് മുന്തിരിത്തോട്ടം പോലെയല്ല ഇവിടുത്തെ കൃഷി പരിപാലനം. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് 12 മാസവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് കൃഷി. അതുകൊണ്ടുതന്നെ വേനലോ മഴയോ ഒന്നും പ്രശ്നമല്ല. എപ്പോഴെത്തിയാലും സമൃദ്ധമായ മുന്തിരിപ്പാടം കാണാം. അതുകൊണ്ടുതന്നെ വരുന്ന സഞ്ചാരികളും ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടി കമ്പംമെട്ട്, മുന്തിരിപ്പാടം എന്നീ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പ്രായമായവരും പിള്ളേരും എല്ലാം ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇത് വന്ന് കാണണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചേക്കാളും നല്ല ഭംഗിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വരണം. മുന്തിരിപ്പാടം കാണാൻ എത്തുന്നവർക്ക് ഇവിടെ നിന്ന് മുന്തിരി വാങ്ങുകയും ചെയ്യാം. കൂടാതെ മുന്തിരി ജ്യൂസും വൈനും അടക്കമുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട്. കുടുംബമായെത്തി മുന്തിരി വാങ്ങിക്കഴിച്ചും ജ്യൂസ് കുടിച്ചും മുന്തിരിത്തോപ്പിലെ തണലിൽ വിശ്രമിച്ചും സമയം ചിലവഴിക്കാൻ എത്തുന്നവർ നിരവധിയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഈ ഓണനാളിലും സംഘർഷത്തിനായി ഒരു അയവുമില്ല. വടകരയിൽ നിന്നാണ് ഒരു വാർത്ത വരുന്നത്. വടകരയിൽ ബാറിൽ സംഘർഷത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. താഴെയങ്ങാടി സ്വദേശി ബദറിനാണ് കുത്തേറ്റത്. വടകര ക്വീൻസ് ബാറിൽ വെച്ചാണ് സംഭവം. ബാറിൽ നിന്നും ബഹളം കേട്ട് പുറത്തു നിന്നും ഓടിയെത്തിയവർ ഇയാളെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ബാറിൽ വെച്ചുള്ള വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ബദറിനെ കുത്തി പരിക്കേൽപ്പിച്ചയാൾ ബാറിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വടകര പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ബദറിന് വയറ്റിനും കൈക്കുമാണ് കുത്തേറ്റത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷണം NSS സ്വീകരിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. NSS ആസ്ഥാനത്ത് നേരിട്ടെത്തി ക്ഷണക്കത്ത് നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അറിയിച്ചതെന്നും അതിനാൽ NSSന്റെ പ്രതിനിധിയെ ആയിരിക്കും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അയക്കുക എന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത TVയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം ഇന്നലെ സ്വന്തമാക്കിയത് കൊല്ലം സ്വദേശിയായ തോമസ് കുഞ്ഞുമോനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ച ഇന്നത്തെ മെഗാ വിജയ നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾ താങ്കളാണ്, തോമസ് കുഞ്ഞുമോൻ. അഭിനന്ദനങ്ങൾ. എവിടെയാണ് തോമസിന്റെ വീട്? എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. തോമസ് എന്ത് ചെയ്യുന്നു? കൃഷിയാണ്. എന്ത് കൃഷിയാണ്? നമ്മളെ പുരയിടത്തില് വാഴ, കുരുമുളക്, പച്ചക്കറി, ഇങ്ങനെ പലതരം കൃഷികളാണ്. ഓണക്കാലത്ത് എങ്ങനെയുണ്ടായിരുന്നു? ഓണക്കാലത്ത് കുഴപ്പമില്ലായിരുന്നു. ഏതായാലും അഭിനന്ദനങ്ങൾ. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ മെഗാ വിന്നർ ആയപ്പോൾ? 1 ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഈ ഓണക്കാലത്ത് തോമസിനായി എത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ ഇത്? പ്രതീക്ഷിച്ച് ഉത്തരങ്ങൾ അയച്ചിരുന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിജയികളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ വരുമോ ഇല്ലേ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. തോമസിന്റെ വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടില് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്. എന്ത് ചെയ്യാനാണ് പോകുന്നത് ഈ 1 ലക്ഷം രൂപ കൊണ്ട്? 1 ലക്ഷം രൂപ എന്തെങ്കിലും കൃഷി കാര്യങ്ങളിൽ ഉപയോഗിക്കാനാണ്. നമ്മുടെ എന്തൊക്കെ പരിപാടികളാണ് സ്ഥിരമായി കാണാറുള്ളത്? വാർത്ത കേൾക്കാറുണ്ട്. അതിലുള്ള പരിപാടികള് സൂപ്പർ സ്റ്റാർ, റിയാലിറ്റി ഷോസ് ഒക്കെ കാണാറുണ്ട് അല്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടമായിരിക്കും. അതെ. ഏതായാലും അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി ആശംസകൾ. നാളെ തന്നെ ഈ സമ്മാനം 1 ലക്ഷം രൂപയുടെ സമ്മാനം തോമസ് കുഞ്ഞുമോന്റെ വീട്ടിലെത്തിക്കും അമൃത TVയുടെ പ്രതിനിധികൾ. അതെ.
സന്തോഷം. ഞങ്ങളുടെ ഈ സമ്മാന പദ്ധതിയുടെ ഭാഗമായതിലൊപ്പം മെഗാ വിന്നർ ആയതിൽ എല്ലാവിധ ആശംസകളും ഒപ്പം അഭിനന്ദനങ്ങളും. ഓക്കെ താങ്ക് യു. കേട്ടില്ലേ, തോമസ് കുഞ്ഞുമോൻ്റെ ആ ഒരു സന്തോഷം ആ വാക്കുകളിൽ തന്നെയുണ്ട്. ഈ ഓണനാളുകളിലായിരുന്നു ഈ ഒരു സമ്മാന പെരുമഴ. ഇന്നത്തെ വിജയി നിങ്ങളാകാം. ഈ പ്രതീക്ഷയുടെ പൊന്നോണക്കാലത്ത് സമ്മാനത്തിൻ്റെ ഈ ഒരു സന്തോഷം പ്രേക്ഷകരെ ഇന്നുകൂടി കാത്തിരിപ്പുണ്ട്. അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. മറ്റൊരു സന്തോഷമുള്ളൊരു വാർത്ത നോക്കിയാൽ മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 74-ാം പിറന്നാൾ. മമ്മൂട്ടി രോഗവിമുക്തനായി തിരിച്ചു വന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടി ചെന്നൈയിലാണ്. 71-ൽ കെ സേതുമാധവൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ നിന്ന് വരാനിരിക്കുന്ന കളങ്കാവൽ വരെ എത്തി നിൽക്കുമ്പോൾ സിനിമാ മേഖലയിൽ അദ്ദേഹം താണ്ടിയത് അരനൂറ്റാണ്ട് കാലമാണ്. മുഖ്യധാര സമാന്തര സിനിമകളിൽ ഒരുപോലെ സഞ്ചരിച്ച് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വം. ഒരുപക്ഷേ നല്ല വസ്ത്രം ധരിച്ചു നടക്കാനും നല്ല ഭക്ഷണം കഴിക്കാനുമൊക്കെ എന്നും പ്രേരിപ്പിക്കുന്ന മലയാളിയുടെ പ്രിയ ഐക്കണ് നിത്യ യൗവനത്തിന് ഒരു ആരോഗ്യ സൗഖ്യം നേരുകയാണ് ആരാധക ലക്ഷങ്ങൾ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. 2ാം സീസൺ ഫൈനലിൽ ഏരിയസ് കൊല്ലം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഏരിയസ് കൊല്ലം ഫൈനലിലേക്ക് മുന്നേറിയത്. 2ാം സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് കൊച്ചി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ അവസാന സ്ഥാനക്കാരായിരുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 10-ൽ 8 മത്സരങ്ങളും ജയിച്ച് 1ാം സ്ഥാനക്കാരായാണ് ഫൈനൽ പോരാട്ടത്തിന് എത്തിയിരിക്കുന്നത്. US ഓപ്പൺ കിരീടം നിലനിർത്തി അരീന സബലങ്ക. ഫൈനലിൽ അമാൻഡ അനിസിമോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സബലങ്കയുടെ കിരീട നേട്ടം. സ്കോർ 6-3, 7-6. സബലങ്കയുടെ 2ാം US ഓപ്പൺ കിരീട നേട്ടവും 4ാം ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടം കൂടിയാണിത്. 2014-ന് ശേഷം US ഓപ്പൺ കിരീടം നിലനിർത്തുന്ന ആദ്യ താരമാണ് സബലങ്ക. US ഓപ്പൺ പുരുഷ ഫൈനലിൽ ഇന്ന് പുതുതലമുറയുടെ പോരാട്ടമാണ്. രാത്രി 11:30-ക്ക് നടക്കുന്ന സൂപ്പർ ഫൈനലിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നറിനെ നേരിടും. നേരിട്ടുള്ള മത്സരങ്ങളിൽ അൽക്കാരസിനായിരുന്നു മുൻതൂക്കം. ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. സൂപ്പർ 4-ലെ അവസാന മത്സരത്തിൽ ചൈനയെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മലേഷ്യയെ 4-1-ന് തോൽപ്പിച്ചാണ് ദക്ഷിണ കൊറിയ ഫൈനലിൽ എത്തിയത്.